ഹായ് എവറി വൺ. C308 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 6 എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിൻഡ്-റോസ് ഡയഗ്രാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? നമ്മൾ റൺവേ ഓറിയൻറ്റേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ റൺവേ ഓറിയൻറ്റേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ റൺവേ ഓറിയൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറായിട്ട് വിൻഡിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വിൻഡിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു റൺവേ ഓറിയൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്നത്? വിൻഡിൻ്റെ ഇൻറ്റൻസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ടൈമും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഫാക്ടേഴ്സാണ് റൺവേ ഓറിയൻറ്റേഷനെ അഫക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ്. ഇനി ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മളൊരു ഡയഗ്രാം ഫോമിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിൻഡ്-റോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് വിൻഡ്-റോസ് ഈസ് എ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വിൻഡ് ഇൻറ്റൻസിറ്റി, ഡയറക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ടൈം ഫോർ വിച്ച് ഇറ്റ് ബ്ലോസ്. വിൻഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതുപോലെ ഡയറക്ഷൻ, അതുപോലെ അത് ബ്ലോ ചെയ്യുന്ന ടൈമിൻ്റെ പെർസെൻറ്റേജ്, ഇത്രയും കാര്യങ്ങളെ ഒരു ഡയഗ്രമാറ്റിക്കൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിൻഡ്-റോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. It is the most efficient way to interpret wind data diagrammatically showing its all parameters. അപ്പോൾ ഇതാണ് വിൻഡ് ഡേറ്റയെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. റീസൺ എന്താണ്? നമുക്ക് വിൻഡിൻ്റെ അതുപോലെ ഡയറക്ഷൻ, ടൈം, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഒറ്റ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ. The diagrams is used to orient a runway efficiently. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ തന്നെയാണ്. റൺവേ ഓറിയൻറ്റേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? വിൻഡിൻ്റെ ഇൻറ്റൻസിറ്റി, ഡയറക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ ദീസ് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു ഓറിയൻറ്റ് റൺവേ എഫിഷ്യൻ്റ്ലി. എ വിൻഡ്-റോസ് കൺസിസ്റ്റ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്, ഈച്ച് സർക്കിൾ റെപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് എയർ വെലോസിറ്റി. അപ്പോൾ ഒരു വിൻഡ്-റോസ് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കാണാം? കോൺസെൻട്രിക് ആയിട്ടുള്ള കുറച്ച് സർക്കിൾസ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ഈ സർക്കിൾസ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എയർ വെലോസിറ്റി അല്ലെങ്കിൽ വിൻഡിൻ്റെ വെലോസിറ്റിയാണ് ഈ സർക്കിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് വിൻഡ്-റോസിൻ്റെ മെത്തേഡ്സ് എന്ന് നോക്കാം. രണ്ട് മെത്തേഡ്സാണ് വിൻഡ്-റോസിനുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 1 വിൻഡ്-റോസ് ഡയഗ്രാം എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഷോസ് ദി ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷനെയും ഡ്യൂറേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 1 വിൻഡ്-റോസ് ഡയഗ്രമാണ്. ഇനി ടൈപ്പ് 2 വിൻഡ്-റോസ് ഡയഗ്രാം എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇറ്റ് ഷോസ് ദി ഡയറക്ഷൻ, ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഡയറക്ഷൻ, ഡ്യൂറേഷൻ, അതുപോലെ ഇൻറ്റൻസിറ്റി എന്നുള്ള ഫാക്ടറും നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് 2 വിൻഡ്-റോസ് ഡയഗ്രാം ആണ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. ടൈപ്പ് 1 വിൻഡ്-റോസ് ഡയഗ്രാം, അതിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് വിൻഡ്. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്പ് 1 വിൻഡ്-റോസ് ഡയഗ്രത്തിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് ഒരു ടൈപ്പ് 1 വിൻഡ്-റോസ് ഡയഗ്രാം. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ വിൻഡ്-റോസ് ഡയഗ്രാം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ വിൻഡ്-റോസ് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു വിൻഡ് ഡേറ്റ തന്നിട്ടുണ്ടല്ലേ, ഒരു ടേബിളിൽ വിൻഡിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ഈ ഡേറ്റയാണ് നമ്മൾ ഈ ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിൻഡ് ഡേറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? വിൻഡിൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ട്, അതുപോലെ ഡ്യൂറേഷനും തന്നിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ ഇൻ ഈച്ച് ഡയറക്ഷൻ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിൻഡ് ഡേറ്റയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 ആയതുകൊണ്ട് തന്നെ ഡയറക്ഷനും ഡ്യൂറേഷനും ആയിരിക്കും നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ റേഡിയൽ ലൈൻസ് ഇൻ ദിസ് ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ വിൻഡ് ഡയറക്ഷൻ ആൻഡ് ഈച്ച് സർക്കിൾ റെപ്രസെൻറ്റ്സ് ദ ഡ്യൂറേഷൻ ഓഫ് വിൻഡ്. അപ്പോൾ ഇതിൽ നമുക്ക് റേഡിയൽ ആയിട്ടുള്ള ഈ യെല്ലോ കളറിൽ കാണുന്നത് എന്താണ്? സർക്കിൾസ് ആണ്. അതുപോലെ ഈ പെൻസിൽ ഡ്രോയിങ്ങിൽ ഇങ്ങനെ കാണുന്നത് റേഡിയൽ ലൈൻസ് ആണ്. അപ്പോൾ ഇതിലെ റേഡിയൽ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? വിൻഡിൻ്റെ ഡയറക്ഷനെയാണ്. ഇനി ഈ സർക്കിളായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? വിൻഡിൻ്റെ ഡ്യൂറേഷനെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ടൈപ്പ് 1 വിൻഡ്-റോസ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൽ റേഡിയൽ ലൈൻസ് വിൻഡിൻ്റെ ഡയറക്ഷനെയും ഈ യെല്ലോ കളറിലുള്ള സർക്കിൾസ് വിൻഡിൻ്റെ ഡ്യൂറേഷനെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക്
ഈ വിൻഡ് ഡേറ്റയെ എങ്ങനെ ഡയഗ്രത്തിലേക്ക് വരുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് വിൻഡിൻ്റെ ഡയറക്ഷൻ, നോർത്ത് ഡയറക്ഷനിലുള്ള വിൻഡിൻ്റെ ഡയറക്ഷൻ നോർത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ടോട്ടൽ പെർസെൻറ്റേജ് 10.3 ആണ്. അപ്പോൾ നോർത്ത് ഡയറക്ഷനിൽ ബ്ലോ ചെയ്യുന്ന വിൻഡിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ടൈം എത്രയാണ്? 10.3 ആണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്യുന്നു എന്ന് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ 3 മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ 5, 8, 10, അതുപോലെ 13 ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാല്യൂ എത്രയാണ്? 10.3. അത് ഇതിൽ എവിടെയായിരിക്കും വരിക? 10 കഴിഞ്ഞിട്ട് 10 ഇവിടെയാണ്. അപ്പോൾ 10 കഴിഞ്ഞ് ഇവിടെ ആയിട്ട് 10.3 വരും. ഇവിടെ മാർക്ക് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ നോർത്ത് ഡയറക്ഷനിലാണ് എടുക്കുക. അപ്പോൾ അത് നോർത്ത് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടെ വെസ്റ്റ് ഉണ്ട്, അതുപോലെ ഈ സൈഡിൽ ഈസ്റ്റ് ഉണ്ട്, താഴെ സൗത്ത് ഉണ്ട്. അപ്പോൾ നോർത്ത് ഡയറക്ഷനിൽ 10.3 ആണ് ടോട്ടൽ പെർസെൻറ്റേജ്. അത് 10 ഇവിടെ വരുന്നു, 10 കഴിഞ്ഞ് 10 ഇവിടെ വരുന്നു, 10 കഴിഞ്ഞ് 10.3 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. The value 10.3 is plotted along the north direction. അപ്പോൾ നോർത്ത് ഡയറക്ഷനിലാണ് നമ്മൾ 10.3 എന്ന വാല്യൂ ഇതിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബാക്കി വാല്യൂസും ഇതുപോലെ പ്ലോട്ട് ചെയ്യാം. ബാക്കി വിൻഡിൻ്റെ ഡേറ്റയിൽ ഇതുപോലെ ഈസ്റ്റിലുള്ള വാല്യൂ, സൗത്തിലുള്ള വാല്യൂ, നോർത്ത് ഈസ്റ്റ്, അതുപോലെ ഒത്തിരി വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഈ ഫിഗറിലേക്ക് മാർക്ക് ചെയ്യണം. അടുത്ത് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെസ്റ്റ് നോക്കാം. വെസ്റ്റിലാണെങ്കിൽ 0.5 ആണ് നമ്മുടെ വാല്യൂ. കാണുന്നുണ്ടോ? വെസ്റ്റിൽ 0.5 ആണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഓക്കെ. നമുക്ക് വെസ്റ്റ് സൈഡ് നോക്കാം. ഇവിടെയാണ് ഫിഗറിൽ വെസ്റ്റ് സൈഡ്. അതിൽ 0.5, 3 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 1 ഏകദേശം ഈ സെൻറ്ററിൻ്റെ അടുത്തായിരിക്കും. 0.5 എന്ന് പറയുന്നത് അതിലും ചെറുത്. ഈ ഡോട്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് 0.5 ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ഡയറക്ഷൻ നോക്കാം. നോർത്ത് ഈസ്റ്റ് നോക്കാം. നോർത്ത് ഈസ്റ്റിൽ എത്രയാണ്? 3.9. അപ്പോൾ ഫിഗറിൽ നോർത്ത് ഈസ്റ്റ് എവിടെയാണ് വരിക? ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3.9. 3 കഴിഞ്ഞ് 3.9 നോർത്ത് ഈസ്റ്റിൽ ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, ഇവിടെയാണ് നോർത്ത് ഈസ്റ്റിൽ 3.9 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ ഡയറക്ഷൻ അനുസരിച്ച് വിൻഡ് ഡേറ്റയുടെ പെർസെൻറ്റേജിനെ മാർക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ ഡയറക്ഷനിലും നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പോയിൻറ്റ്സ്, ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഈ കാണുന്ന നമ്മൾ ഈ 0.5, 10.3 ഇങ്ങനെയുള്ള ഈ സൈഡിലുള്ള എല്ലാ വിൻഡ് ഡേറ്റയും ഇതിലേക്ക് പോയിൻറ്റുകളായിട്ട് മാർക്ക് ചെയ്ത ശേഷം ആ പോയിൻറ്റിനെ എല്ലാം ചേർത്ത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് ഒരു ഫിഗർ വരയ്ക്കും. ഓക്കെ. The best direction of runway usually along the direction of longest line on Windrose diagram. അപ്പോൾ ഈ വിൻഡ്രോസ് ഡയഗ്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ ഏതാണെന്ന് നോക്കണം. ആ ലോങ്ങസ്റ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ബെസ്റ്റ് റൺവേ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അത് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് ലോങ്ങസ്റ്റ് ലൈൻ വരുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് വരച്ചപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലെങ്ത്ത് വരുന്നത് ഏത് ഭാഗത്തേക്കാണ്? ഇതുവരെയാണ് ഏറ്റവും വലിയ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ലെങ്ത്. അത് ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് സൗത്ത്. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലെങ്ത്. അതുകൊണ്ട് ഇതാണ് നമ്മൾ റൺവേ ഓറിയൻറ്റേഷനിൽ റൺവേ കൊടുക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഓറിയൻറ്റേഷൻ. ഇപ്പോൾ വിൻഡ്രോസ് ഡയഗ്രാം ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. റേഡിയൽ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിൻഡ് ഡയറക്ഷനാണ്. സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡ്യൂറേഷനാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 10.3% നോർത്ത് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്യുന്നു. അതിന് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്നു. അതിൽ ലോങ്ങസ്റ്റ് ലൈനാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് റൺവേ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫിഗറിലാണെങ്കിൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്. അപ്പോൾ വിൻഡോസ് ഡയഗ്രാം ടൈപ്പ് 1 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്പ് 2 വിൻഡ്രോസിനെ പറ്റിയാണ്. അപ്പോൾ ടൈപ്പ് 2 വിൻഡ്രോസ് എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? വിൻഡിൻ്റെ ഡയറക്ഷൻ, ഡ്യൂറേഷൻ, അതുപോലെ ഇൻറ്റൻസിറ്റി. ഈ 3 കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 വിൻഡ്രോസ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ ടൈപ്പ് 2 വിൻഡ്രോസ് ഈച്ച് സർക്കിൾ റെപ്രസെൻറ്റ്സ് വിൻഡ് വെലോസിറ്റി.
അപ്പോൾ ടൈപ്പ് 2 വിൻഡ്രോസിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിലുള്ള കോൺസെൻട്രിക് സർക്കിൾസിൽ ഓരോ സർക്കിളും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? വിൻഡിൻ്റെ വെലോസിറ്റിയാണ് ഓരോ സർക്കിളും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ റേഡിയൽ ലൈൻസ് റെപ്രസെൻ്റ് ദ വിൻഡ് ഡയറക്ഷൻ. ഇനി ഇതിലുള്ള റേഡിയൽ ലൈൻസ് എന്തിനെയാണ്? ഈ സെൻറ്ററിൽ നിന്ന് പോകുന്ന ഈ റേഡിയൽ ലൈൻസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വിൻഡിൻ്റെ ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ പെർസെൻറ്റേജ് ഓഫ് വിൻഡ് ഡ്യൂറേഷൻ ഈസ് ഷോൺ ഫോർ ഈച്ച് ഡയറക്ഷൻ ഇൻ ദ സെക്ടർ. അപ്പോൾ ഇതിലുള്ള ഓരോ ഡയറക്ഷനിലും നമുക്ക് ഡ്യൂറേഷൻ, വിൻഡിൻ്റെ ഡ്യൂറേഷൻ്റെ പെർസെൻറ്റേജും കാണാനായിട്ട് പറ്റും. ദ ബെസ്റ്റ് ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ ഈസ് ഒബ്റ്റൈൻഡ് ആസ് ഫോളോസ്. അപ്പോൾ ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രത്തിൽ നിന്ന് ബെസ്റ്റ് ഓറിയൻറ്റേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ ട്രാൻസ്പാരൻറ്റ് റെക്ടാങ്കുലർ സ്ട്രിപ്പ് വിത്ത് വിഡ്ത്ത് 50 km/h ടു സം സ്കെയിൽ ഈസ് പ്ലേസ്ഡ് ഓൺ ദി വിൻഡ്രോസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ വിൻഡ്രോസിലേക്ക് 50 km/h വിഡ്ത്തുള്ള ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള റെക്ടാങ്കുലർ സ്ട്രിപ്പിനെ പ്ലേസ് ചെയ്യും. അതിനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിൽ ഈ കാണുന്നതാണ് നമ്മൾ ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള റെക്ടാങ്കുലർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 50 km/h ആണ് വിഡ്ത്ത് വരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ദ സ്ട്രിപ്പ് ഈസ് റൊട്ടേറ്റഡ് ടു എനി ഡയറക്ഷൻ ആൻഡ് കറസ്പോണ്ടിങ് വിൻഡ് ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദ സ്ട്രിപ്പ് ഈസ് summed up and expressed as a percentage and it is the wind coverage in that direction. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ സ്ട്രിപ്പിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വിൻഡിൻ്റെ ഡേറ്റ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ സ്ട്രിപ്പിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത ശേഷം ദ കറസ്പോണ്ടിങ് വിൻഡ് ഡ്യൂറേഷൻ ബിറ്റ്വീൻ സ്ട്രിപ്പ് ഈസ് സംഡ് അപ്പ്. ഇനി ഈ സ്ട്രിപ്പിന് ഇടയ്ക്കുള്ള കറസ്പോണ്ടിങ് വിൻഡ് ഡ്യൂറേഷൻ നമ്മൾ സം ചെയ്തെടുക്കും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് വിൻഡ് ഡ്യൂറേഷൻ കാണാം. അപ്പോൾ ഈ ട്രാൻസ്പാരൻറ്റ് സ്ട്രിപ്പ് റൊട്ടേറ്റ് ചെയ്ത ശേഷം ആ സ്ട്രിപ്പിനുള്ളിൽ വരുന്ന വിൻഡ് ഡ്യൂറേഷൻ്റെ സമ്മ് നമ്മൾ എടുക്കും. അതിനുശേഷം അതിനെ പേഴ്സൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. അതിനെയാണ് നമ്മൾ വിൻഡ് കവറേജ് എന്ന് പറയുന്നത്. ആ ഡയറക്ഷനിലുള്ള വിൻഡ് കവറേജാണ് നമുക്ക് ഈ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദ ഡയറക്ഷൻ വിച്ച് ഗീവ്സ് ദ മാക്സിമം വിൻഡ് കവറേജ് ഈസ് ദ ബെസ്റ്റ് ഡയറക്ഷൻ ഫോർ റൺവേ. ഇനി ഇതിൽ റൺവേയുടെ ബെസ്റ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാക്സിമം വിൻഡ് കവറേജ് കിട്ടുന്നത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും ബെസ്റ്റ് റൺവേ ഓറിയൻറ്റേഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി ടൈപ്പ് 1 വിൻഡ്രോസ് ഡയഗ്രത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ ബെസ്റ്റ് ഓറിയൻറ്റേഷൻ ചൂസ് ചെയ്യുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത്ത് ഇതായി കാണും പോലെ നമ്മുടെ ഈ ഈ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് വരുന്ന ഡയറക്ഷൻ ഏതാണോ, ഇതിലിപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്, അപ്പോൾ ആ ഡയറക്ഷനിലാണ് ബെസ്റ്റ് റൺവേ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഏതിൽ? ടൈപ്പ് 1 വിൻഡ്രോസ് ഡയഗ്രത്തിൽ. ടൈപ്പ് 2 നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് സ്ട്രിപ്പ് അസ്യൂം ചെയ്യും. ഈ സ്ട്രിപ്പിനെ നമ്മൾ ഓരോ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ സർക്കിൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് ആ സ്ട്രിപ്പിനകത്ത് വരുന്ന വിൻഡിൻ്റെ ഡ്യൂറേഷൻ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ പെർസെൻറ്റേജായി റെപ്രസെൻ്റ് ചെയ്യും. ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ വിൻഡ് കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാക്സിമം വിൻഡ് കവറേജ് കിട്ടുന്നത് ഏതാണോ ആ ഡയറക്ഷനായിരിക്കും നമ്മൾ റൺവേയുടെ ബെസ്റ്റ് ഡയറക്ഷനായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിൻഡ്രോസ് ഡയഗ്രാം എന്ന ടോപ്പിക്ക് ഇതോടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിൻഡ്രോസ് ഡയഗ്രാം പറഞ്ഞു, അതിൻ്റെ 2 ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.